പാത്തു ഇവിടെ ഉണ്ട്. ഒരാൾ മിസ്സിംഗ് ആണ്. ആരാണ്? നമ്മുടെ മൂസക്കായി. ചേച്ചി മൂസക്കായി ഇങ്ങോട്ട് വരി. പെണ്ണുങ്ങളൊക്കെ അതാ ചോദിക്കണേ. വിനോദേട്ടനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം അടുത്ത സെഷൻ അവാർഡ് കൊടുക്കാനായിട്ടിരിക്കുകയാണ്. അതിനു മുമ്പ് സുരഭി ചേച്ചിയെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മൂസക്കൈയിൽ പറ്റില്ല. രണ്ടുപേർക്ക് നല്ലൊരു കൈയടി. ഹലോ, എല്ലാവർക്കും നമസ്കാരം, സ്നേഹം, സന്തോഷം. ശരിക്കും ഏറ്റവും മുന്നിൽ കുറേ നേരമായിട്ടിരിക്കുന്നു. ഇവിടെ വന്ന് ഓരോ അവാർഡും വാങ്ങുന്ന ചേച്ചിമാരെ, അമ്മമാരെ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അവാർഡ് തന്നെയാണിത്. ഇത്രയും വലിയ ഒരു സരസിന് മുന്നിൽ വെച്ച് ഇത്രയും നല്ലൊരു സ്റ്റേജ്, ഈ സ്റ്റേജിൽ ഇപ്പോൾ സുരഭിയൊക്കെ ഒരുപാട് അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട്. അത് അഭിനയത്തിൻ്റെ കാര്യത്തിലാണ്. പക്ഷേ നാട് നന്നാക്കിയിട്ട് അവാർഡ് വാങ്ങിക്കുന്നതിന് അതിന് വല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. ശ്രീ എന്ന് പറയുന്നത് വീട്ടിലെ സ്ത്രീ എന്ന് പറയുന്നത് വീട്ടിലെ ഭാര്യയും അമ്മയുമാണ്. ഐശ്വര്യമാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ. അങ്ങനെ വീട്ടിലെ അമ്മയും ഭാര്യയും സ്ത്രീ ആണെങ്കിൽ കേരളത്തിൻ്റെ ഐശ്വര്യമാണ് നിങ്ങളെല്ലാവരും. കാരണം നിങ്ങളില്ലെങ്കിൽ, നേരത്തെ ഇവിടെ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടു, നിങ്ങളില്ലെങ്കിൽ കേരളമില്ല. അത്രമാത്രം നിങ്ങൾ ഈ കേരളത്തിനെ ഹരിതവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും വേസ്റ്റുകളൊക്കെ എടുത്തുകൊണ്ട് ഒഴിവാക്കി അതിനൊപ്പം ഇപ്പോൾ അവാർഡ് കിട്ടിയ ഓരോരുത്തരെയും കാണുമ്പം എത്ര ഭംഗിയായിട്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് തോന്നി. പലപ്പോഴും ഞാൻ പ്രോഗ്രാമിനും ഷൂട്ടിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് കാറിൽ പോകുമ്പം വലിയ ഹോട്ടലുകൾ നോക്കാതെ കുടുംബശ്രീയുടെ ഹോട്ടലുണ്ടെങ്കിൽ അവിടുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയാറുണ്ട് എൻ്റെ കൂടെയുള്ള ഡ്രൈവറോട്. അങ്ങനെ പല കുടുംബശ്രീയുടെ ഹോട്ടലുകളിൽ പോയിട്ടും അമ്മ ഉണ്ടാക്കുന്ന, വീട്ടിൽ പണ്ട് എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ഉണ്ടാക്കി തരുന്ന കറിയുടെ അതേ ടേസ്റ്റുള്ള കറിയൊക്കെ കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം മനസ്സും നിറയും വയറും നിറയും. അങ്ങനെ കുടുംബശ്രീയുടെ ഒരുപാട് ഹോട്ടലുകളിൽ പോയിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കേരളത്തിന് വേണ്ടി ചെയ്യാനുണ്ട്. ഈ അവാർഡ് ഇപ്പോൾ ആദ്യമായിട്ടാണ് കോഴിക്കോട് വെച്ച് നടക്കുന്നത്. ഇതിന് ഒരു ഓൾ കേരള ലെവലുള്ള ഒരു അവാർഡ് മത്സരവും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറും. അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥതയോടെ ഇനി കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും വളരെ സന്തോഷം ഇന്ന് ഈ പരിപാടിയിലൂടെ വരാൻ സാധിച്ചാൽ. ഞാൻ ശരിക്കും എറണാകുളത്ത് തൃശ്ശൂരിൽ ഒരു പരിപാടി നടക്കേണ്ടായിരുന്നു, അവിടെ പങ്കെടുക്കേണ്ട ആളായിരുന്നു. പക്ഷെ റിയാസ് എൻ്റെ സുഹൃത്ത് വിളിച്ച് പറഞ്ഞു, വിനോട്ടാ ഇവിടെ വരണം, കോഴിക്കോട് ഇങ്ങനെ ഒരു പരിപാടി നടക്കേണ്ടതെന്ന് പറഞ്ഞപ്പം നേരെ ഇങ്ങോട്ട് വരികയായിരുന്നു. അതുകൊണ്ട് എൻ്റെ പാത്തുവിനെ ഒന്ന് കാണാൻ പറ്റി. പണ്ട് ഞാൻ കുടുംബശ്രീന്റെ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ നിങ്ങൾ എന്തേതാ പറയല്, പെണ്ണുങ്ങളിലെ കൂടി വട്ടത്ത് കുത്തിയിട്ട് നുണ പറയാൻ വേണ്ടിയിട്ട് പോകാന്ന്. ഇപ്പൊ കേരളം നന്നാക്കുന്ന മുഴുവൻ ഞങ്ങൾ പെണ്ണുങ്ങളാ അല്ലേ? അല്ല, ഇയൊക്കെ നുണ പറയാൻ തന്നെയാ പോയിനെ, ഇവരൊക്കെ പണിയെടുക്കാനാ പോയത്. ഈ പൊട്ടുപൊളി വാക്ക് അത് വേണ്ട. എന്തായാലും വളരെ സന്തോഷം. പറഞ്ഞ പോലെ ഞങ്ങളുടെ സ്കിറ്റുകളിലും MAT മോസയുടെ ഓരോ എപ്പിസോഡുകളിലെല്ലാം കുടുംബശ്രീയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നന്മയുള്ള കാര്യങ്ങളെ പറഞ്ഞു. വേറൊരു കാര്യം കൂടി ഉണ്ട്, ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പിന്റെ അംബാസിഡർ ആക്കിക്കണിന്നെ. ആര്? നിങ്ങളൊക്കെ എന്തിനിതാ മൂപ്പര് എന്നെ. അപ്പൊ ഒരു സൗപർണിനെ കണ്ടില്ലേ? സൗപർണിക്കൊന്നല്ല, ഞാൻ തന്നെയാ ബ്യൂട്ടി എന്നാ മൂപ്പര് പറഞ്ഞേ. ആ സോപ്പിന്റെ ഒരു കാര്യം. അങ്ങനെ ആ പരിപാടി നിങ്ങൾ മുടക്കി കോഴിക്കോട്ടെ കാല് കുത്തി അപ്പ എനിക്ക് ഓരോരോ പ്രോഗ്രാം ആയിട്ട് മുടക്കി തന്നെ. നിങ്ങളായിക്കോളിട്ടോ, അത് കുഴപ്പമില്ല, ആരാച്ച തേച്ചോട്ടെ. എന്നാലും വളരെ സന്തോഷം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കുറേ കാലത്തിന് ശേഷം ഞങ്ങളിങ്ങനെ കയറി സുരഭിയുടെ സിനിമകളൊക്കെ നിങ്ങൾ കണ്ടു കാണും. ARM ഇപ്പം അടുത്തിറങ്ങിയ റൈഫിൾ ക്ലബ്ബും ഒക്കെ സുരഭിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. ഇനിയും ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും കോഴിക്കോടിൻ്റെ അഭിമാനമായിട്ട് മാറാൻ MAT മൂസയിലൂടെ ഞങ്ങൾ രണ്ടുപേരും കേരളവും കേരളത്തിന് പുറത്തുള്ള മലയാളികളുടെയൊക്കെ മനസ്സിൽ സ്ഥാനം പിടിച്ചു. അവിടെ നിന്ന് അങ്ങോട്ട് രണ്ടുപേർക്കും ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ തന്നെ എല്ലാ കാലവും ആരോഗ്യവും ആയുസ്സും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഞങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ. എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും ഞങ്ങൾ ഒരു ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ സോങ്ങിന് വേണ്ടിയിട്ട്
ആളുകളെ ക്ഷണിക്കുന്നു എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും കുടുംബശ്രീയിലുള്ള അംഗങ്ങളും ഒക്കെയാണ് കയറി വരാറ്. അപ്പോൾ അവർക്ക് ഡാൻസ് ചെയ്യാനും അല്ലെങ്കിൽ സ്റ്റേജിൽ വന്ന് പ്രോഗ്രാം അവതരിപ്പിക്കാനും ഒക്കെ ഉള്ള ആ ഒരു മടിയൊക്കെ മാറി അവരെല്ലാവരും ഞങ്ങൾ ഇന്ന കുടുംബശ്രീയിലുള്ള ആളുകളാണ്, അതിൻ്റെ പേരും കൂടെ ഒന്ന് പറയോ എന്ന് ചോദിച്ചിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പല വേദികളിലും ഞങ്ങൾക്ക് നിങ്ങളോടൊപ്പം പ്രോഗ്രാം ചെയ്യാനുള്ളൊരു അവസരവും കിട്ടിയിട്ടുണ്ട്. അതിനും നന്ദി. ഇവിടെ ഒരുപാട് പേര് അണിയറയിൽ ഒരുങ്ങി നിൽക്കുന്നുണ്ട്, എല്ലാവരെയും കാണുന്നുണ്ട്. അടിപൊളി. ഓക്കെ, അപ്പൊ ഇനി സുരഭിക്ക് ഒരുപാട് തിരക്കുണ്ട്, നമുക്ക് സുരഭിയെ പറഞ്ഞു വിടാം. ഞാനിവിടെ ഉണ്ടാവും അല്ലേ? അങ്ങനെയല്ലേ? അടുത്തനി ചേട്ടന്റെ അവാർഡുണ്ട്, അവാർഡ് നൽകേണ്ടതായിട്ടുള്ള ഒരു ചടങ്ങുണ്ട്. ശരി ശരി. അന്നേ നമ്മളാട്ടോ ഒഴിവാക്കിയെന്നെ, നമ്മൾ പോയി, നമ്മൾ വിട്ട്. എന്തായാലും വളരെ സന്തോഷം. ബത്തേരിയിൽ ഒരു പ്രോഗ്രാം നാളെ രാവിലെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം എന്തായാലും സന്തോഷം നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയതിൽ. താങ്ക് യു. എല്ലാ സംഘാടകർക്കും. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അപ്പം ആ ഒരു സന്തോഷ വാർത്ത കൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. താങ്ക് യു. മൊയിലാളി നിങ്ങൾ കാത്തോളി. താങ്ക് യു ചേച്ചി. താങ്ക് യു.